നമസ്കാരം. ആമമോതിരത്തെക്കുറിച്ച് ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് പരിചയമുണ്ട്? അതല്ലെങ്കിൽ ആമമോതിരം എത്ര പേർ കണ്ടിട്ടുണ്ട്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് ആമമോതിരം. അതുമാത്രമല്ല, പലരുടെയും കയ്യിൽ നമ്മൾ ദർശിച്ചിട്ടുള്ളതുമാണ് ആമമോതിരം. ഒരു മോതിരത്തിന് നടുവിലായി ആമയുടെ രൂപം കൊത്തിവെച്ചതാണ് ഈ ആമമോതിരം. പലരുടെയും കയ്യിൽ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാകുമെങ്കിലും ഇത് എന്തിനാണ് കയ്യിൽ ധരിച്ചിരിക്കുന്നത്, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെല്ലാമാണ്, അതുമാത്രമല്ല ഇത് ഏത് വിരലിൽ ധരിക്കണം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ അറിവുകൾക്കായി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതോടൊപ്പം ഈ മനോഹാരിത എല്ലാവരിലേക്കും എത്തിക്കാനായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങളിലെ രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അവതാരമാണ് കൂർമ്മ അവതാരം അഥവാ ആമ. മലയാള ഭാഷയിൽ ആമ എന്നും സംസ്കൃതത്തിൽ കൂർമ്മമെന്നും അറിയപ്പെടുന്നു. അതിനാൽ തന്നെ ആമമോതിരം എന്ന പേരിനോട് ഒപ്പം തന്നെ കൂർമ്മ മോതിരം എന്നും ഇതിന് പേര് പറയാറുണ്ട്. മഹാവിഷ്ണുവിൻ്റെ സർവ അവതാരങ്ങളിലും സമ്പൂർണ്ണ ഐശ്വര്യം നൽകുന്നതും അതോടൊപ്പം തന്നെ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്നതുമാണ് ഈ ആമമോതിരം. ഈ അവതാരങ്ങളുടെ പ്രധാന ഉദ്ദേശം തിന്മയെ ഒഴിവാക്കി നന്മ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിൽ ഈ കൂർമ്മ അവതാരത്തിന് അഥവാ ആമയുടെ രൂപത്തിലുള്ള മഹാവിഷ്ണു ഭഗവാന്റെ അവതാരത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തി പാലാഴി മദനത്തിനായി രൂപം കൊണ്ട ഈ കൂർമ്മ അവതാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ ഈ കൂർമ്മ അവതാരത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ ഏത് ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നാലും അതിനെയെല്ലാം തട്ടിമാറ്റി എപ്രകാരമാണോ മഹാവിഷ്ണു ഭഗവാൻ തൻ്റെ കൂർമ്മ അവതാരം കൊണ്ട് മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തിയത്, അതുപോലെ തന്നെ ഉപാസകനെയും ഏത് ദുഃഖത്തിൽ നിന്നും തളർന്നു പോകാതെ വീണു പോകാതെ താങ്ങി നിർത്തും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആമമോതിരം ധരിക്കുന്നവർ പൊതുവെ കരുതുന്ന ഒരു കാര്യമാണ് ഈ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ ധനം ഉണ്ടാകും, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ഇത് ധരിക്കുന്നതെന്ന്. എന്നാൽ അത് പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും അതിലും ഒരു വാസ്തവമുണ്ട്. എപ്രകാരമാണോ കൂർമ്മ അവതാരത്തിൽ മഹാവിഷ്ണു ഭഗവാൻ മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തിയത്, അപ്രകാരം നമുക്ക് വരുന്ന ധനത്തെ നഷ്ടപ്പെടാതെ നമ്മളിൽ തന്നെ നിലകൊള്ളിക്കുകയും അതുപോലെ ഈ മോതിരം ധരിച്ചവർ ഏത് മേഖലയിൽ ചെന്നാലും അവിടെ ഒരു വിധത്തിലുമുള്ള പതനമുണ്ടാകാതെ അവരെ താങ്ങി നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വാസമായി പറയുന്നത്. മാത്രമല്ല, പാലാഴി മദനത്തിൽ കൂർമ്മ അവതാരം മന്ദര പർവ്വതത്തെ താങ്ങി നിർത്തിയത് കൊണ്ടാണ് അമൃതും സർവ ഐശ്വര്യങ്ങളും ശ്രീ മഹാലക്ഷ്മിയും കാമധേനുവും ഉൾപ്പെടെയുള്ള സർവ ഐശ്വര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ വന്നത്. അതുപോലെ തന്നെ ഈ ആമമോതിരം ധരിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ സർവ്വവിധമായ ദോഷങ്ങൾ അകന്ന് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നും വന്നു ചേരുമെന്നും പറയപ്പെടുന്നു. പാലാഴി മദനത്തിൽ നിന്നുമാണ് കാളകൂട വിഷം എന്ന ഘോര വിഷം വന്നത്. എന്നാൽ അതിനും മഹാദേവൻ ഒരു രക്ഷകനായി വന്നെത്തി അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു. അവിടെയും കൂർമ്മ അവതാരത്തിൻ്റെ സാമീപ്യം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആമമോതിരം ധരിക്കുന്നവർക്കും സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലഭിക്കുകയും ജീവിതത്തിൽ സ്ഥിരതയും ലഭിക്കുകയും സർവ്വ ദോഷങ്ങൾക്കും പരിഹാരമുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ആമമോതിര ധാരണ കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ. എന്നാൽ ഒരു കടയിൽ പോയി ഇത് വാങ്ങി ധരിച്ചു കഴിയുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ള ചിന്ത തെറ്റാണ്. കാരണം ഈ ആമമോതിരം ധരിക്കുമ്പോൾ അതിൻ്റേതായ കർമ്മങ്ങളും പൂജകളും ചെയ്തു ധരിച്ചാൽ മാത്രമേ ഇത് ദശ അവതാരത്തിലെ കൂർമ്മ അവതാരത്തെ പോലെ സർവ്വ സൗഭാഗ്യങ്ങളും അതുപോലെ സംരക്ഷണവും നമുക്ക് നൽകുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലക്ഷ്മി നാരായണ ആവാഹന പൂജ. ഈ ലക്ഷ്മി നാരായണ ആവാഹന പൂജ ചെയ്ത് ആമമോതിരത്തിൽ പ്രതിഷ്ഠിച്ച് അതിനുശേഷം ആമമോതിരം കയ്യിൽ ധരിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണ സർവ്വ ഐശ്വര്യ ഫലങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. അതിനാൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആമമോതിരം യഥാവിധി കർമ്മം ചെയ്ത് ലക്ഷ്മി നാരായണ ആവാഹന കർമ്മം ഉൾപ്പെടെയുള്ള യഥാവിധി കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതിനാൽ
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആമമോതിരത്തിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും നേടുവാനായി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.